ചിക്കൻ കറി റെഡി. ഇനി എന്തൊക്കെയാ ഉണ്ടാക്കാനുള്ളത്? ഇതിപ്പോൾ ചിക്കൻ പെരട്ടിനാ. പിന്നെ ഞണ്ടില്ലേ, ഞണ്ട് കറി ഞാനാ വെക്കാൻ പോകുന്നത്. അപ്പം ഇനി മീൻ വറക്കണം. ബിരിയാണി ആയില്ലല്ലോ. ബിരിയാണി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. ഞണ്ട് കറി ഉണ്ടാക്കണം. കുറേ പരിപാടിയുണ്ട്. അപ്പം നേരത്തെ നമ്മൾ ചിക്കൻ കറിയാണ് വെച്ചത്. ഇത് ചിക്കൻ പെരട്ടാണിത്. മീൻ വറക്കാൻ ഓൾറെഡി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില. അപ്പം നമ്മൾ ഫസ്റ്റ് ഈ മീനാണ് വറക്കാൻ പോകുന്നത്. ഇതിന്റെ പേരെന്താ? കൊഴിയാള, കണ്ണൻ കൊഴിയാള. ഒരെണ്ണം ഇട്ടാ മതി. ഒരെണ്ണം അല്ലെങ്കിൽ ഇടണം. ഇടട്ടെ. അപ്പം ഞാൻ ഇതുവരെ ഈ ഷോപ്പിന്റെ പേര് പറഞ്ഞില്ലല്ലേ? BG ചെമ്മീൻ റെസ്റ്റോറന്റ്. യെസ്. സ്ഥലം എവിടെയാ വരുന്നത്? സ്ഥലം വരുന്നത് കരിപ്പൂ അല്ലേ? കരിപ്പൂ. അവിടെ ഒരു ഭാരതിന്റെ പെട്രോൾ പമ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വന്നാൽ നമുക്ക് ഈ ഷോപ്പ് കാണാം. കൊഞ്ചും കൂടെ ഫ്രൈ ചെയ്തിട്ട് ഞണ്ടിലേക്ക് പോവാം. മൊത്തമായിട്ട് ഇടുകയാണേ. ഇത് പൊട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മൊത്തം ഇടട്ടെ? വലിയ കൊഞ്ചാട്ടോ. അപ്പൊ ഈ മസാല നമ്മൾ നേരത്തെ ഒരു മസാല ചെയ്ത് വെച്ചില്ലേ, അതിനകത്തേക്ക് ഞണ്ടും കൂടെ ഇടാം. 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണോ? വെള്ളം ഒഴിക്കണോ? വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കണം. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ ഞണ്ട് കറി റെഡിയാവും. അപ്പം നമുക്ക് നമ്മുടെ ഞണ്ട് കറി എന്തായി നോക്കാം. അപ്പം നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന് ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ എല്ലാ ഐറ്റംസും മേശേൻ്റെ മുകളിലുണ്ട്. 2 ചേച്ചിമാർ പരിചയപ്പെടുത്തിയില്ലല്ലേ? ഈ 2 ചേച്ചിമാരുമാണ് ഈ കട ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത്. ചേച്ചിയുടെ പേര്? സുനിത. എത്ര കാലം ഇവിടെ കട തുടങ്ങിയിട്ട്? 1 വർഷം 1.5 വർഷമായി. 1.5 വർഷമായി. അപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇവർ 2 പേരുമാണ് ഈ കട ഇങ്ങനെ കൊണ്ടുപോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സ്ഥലം എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്ഥലം എവിടെയായിരുന്നു? നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കട പോണ റൂട്ടിൽ കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് BG ചെമ്മീൻ റെസ്റ്റോറൻറ്റ്. BG ചെമ്മീൻ റെസ്റ്റോറൻറ്റ് കേട്ടല്ലോ. എല്ലാവരും ഇവിടെ വരിക. ഈ ഐറ്റംസ് എല്ലാം മസ്റ്റ് ട്രൈ ആണ്. സൂപ്പർ.